നമുക്ക് അയൽപ്പക്കത്തേക്കൊന്ന് പോകണം. 1625 തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഒരു മാസം നീണ്ടുനിന്ന വീറും വാശിയുമേറിയ പോരാട്ടത്തിനാണ് തമിഴ്നാട്ടിൽ കൊട്ടിക്കലാശമാകുന്നത്. 39 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. DMK വലിയ വിജയം നേടുമെന്നാണ് പ്രീ പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ വോട്ടെടുപ്പിന്റെ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അല്ലമീൻ നമുക്കൊപ്പം തയ്യാറാണ്. അല്ലമീൻ, തമിഴകം ഒരുങ്ങിക്കഴിഞ്ഞോ? തമിഴകത്ത് അല്ലമീൻ ലാൻഡ് ചെയ്തതോടെ കൊട്ടിക്കലാശത്തിന് ഒരു വീറും വാശിയും കൂടുന്ന കാഴ്ചയാണോ ഈ മിനിറ്റുകളിൽ? സുജയ, ഒരു മാസം നീണ്ട കാടിളക്കിയുള്ള പ്രചരണം അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട് ദ്രാവിഡ മക്കൾ ഇളകിമറിയുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിച്ചിയിലാണ്. ഇവിടുത്തെ DMK സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദുരൈ വൈക്കോ ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയാണ്. മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്റെ പ്രതിനിധിയാണ് ദുരൈ വൈക്കോ. DMK സഖ്യത്തിലെ സഖ്യകക്ഷി കൂടിയാണ്. തീപ്പെട്ടി ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. DMK പ്രവർത്തകർ, CPM പ്രവർത്തകർ, CPI പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, അങ്ങനെ തുടങ്ങി DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യ മുന്നണിയിലെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ആവേശത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാനാകും. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തവണ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗതയും കൂടി നിർണ്ണയിക്കുന്ന വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അതിലേക്കുള്ള ദിശാസൂചിക കൂടിയായി മാറും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഈ ദ്രാവിഡ മണ്ണിനുമേൽ വട്ടമിട്ട് പറക്കുന്നൊരു കാഴ്ചയുണ്ട്. എങ്ങനെയും എന്ത് വില കൊടുത്തും ഏത് വിധേനയും തമിഴകം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം ഹിന്ദുത്വ മുഖമുള്ള അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള വോട്ടുകൾ ഏകീകരിക്കുന്നതിനപ്പുറം അണ്ണാ DMKയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്കിൽ കൂടി കണ്ണുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയും BJPയും ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ടുള്ള മത്സരം DMKയും ADMKയും തമ്മിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനിടയിലാണ് BJP കൂടി കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ DMK സഖ്യത്തിന് വലിയ വിജയങ്ങൾ പ്രവചിച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് DMK ക്യാമ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യ ഘട്ടത്തിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ. പക്ഷേ ഏറ്റവും 39 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അയക്കാൻ പറ്റുന്ന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് തമിഴ്നാട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ എന്ത് വിധേനയും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ലഭിക്കുന്ന സൂചനകൾ, വരുന്ന സർവേ ഫലങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലൊക്കെ DMK സഖ്യം തന്നെ വിജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്കുള്ള ഒരു മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അത് BJPയും അണ്ണാ DMKയും തമ്മിലുള്ള മത്സരം. BJP സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. അതിനോടൊപ്പം അണ്ണാ DMKയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ അതിനെ തന്നെ നിർണ്ണയിക്കാവുന്ന നിലനിൽപ്പിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിലും വലിയ തരത്തിലൊരു ആവേശപ്പോര് നമുക്ക് കാണാം. സ്ത്രീകളൊക്കെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി നിൽക്കും. നമ്മുടെ നാട്ടിലും ഈ അവസാന മണിക്കൂറിൽ കലാശക്കൊട്ടെന്ന് പറയുമ്പോൾ വലിയ ശബ്ദ ബഹളമായും പടക്കമൊക്കെ പൊട്ടിച്ച് വാദ്യഘോഷ അകമ്പടിയോടെയൊക്കെയാണ് ഈ കലാശക്കൊട്ട് നടക്കുന്നത്. എന്ന് മാത്രമല്ല, 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ സംഘടിച്ചുകൊണ്ടുള്ള ഒരാവേശപ്പോരാണ് കേരളത്തിലെ കലാശക്കൊട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ രാവിലെ മുതൽ ഈ ചെന്നൈ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഫ്ലക്സ് ബോർഡുകളില്ല, പോസ്റ്ററുകളില്ല, പരസ്യങ്ങളില്ല. പക്ഷേ ഉള്ള ഇടങ്ങളിൽ താഴെത്തട്ടിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ഈ അവസാന മണിക്കൂറിൽ പ്രചരണവും ഒരു കലാശക്കൊട്ടിന്, നമ്മുടെ നാട്ടിൽ കാണുന്ന കലാശക്കൊട്ടിൻ്റെ ഒരു രൂപമോ സ്വഭാവമോ ഒന്നും അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആവേശത്തിന് കുറവൊന്നുമില്ല. പക്ഷേ അതായത് മത്സരിക്കുന്ന സഖ്യകക്ഷികളും മുന്നണികളും പാർട്ടികളും എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടുള്ളൊരു മത്സരമോ അല്ലെങ്കിൽ ഒരാവേശമോ ഒന്നുമല്ല. നമുക്കിപ്പോൾ കാണാം, സ്ത്രീകളുടെ കയ്യിലൊക്കെ തീപ്പെട്ടി ചിഹ്നം, തീപ്പെട്ടി ഉയർത്തി കാണിക്കുകയാണ്. കാരണം തൃശ്ശി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ദുരൈ വൈക്കോയുടെ ചിഹ്നം തീപ്പെട്ടിയാണ്. തീപ്പെട്ടി ഉയർത്തി കാണിച്ചുകൊണ്ട്, ആ ചിഹ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് സ്ത്രീകൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അൻപിൽ മഹേഷ് അത്തരത്തിൽ വലിയ ആവേശത്തോടെ നിൽക്കുന്നു. അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ പ്രചരണം അവസാനിക്കുകയാണ്. ഇപ്പോൾ ട്രിച്ചിയിലെ ഗാന്ധി മാർക്കറ്റിന് സമീപത്താണ് DMK സഖ്യകക്ഷികളും പ്രവർത്തകരും ഇവിടുത്തെ സ്ഥാനാർത്ഥി, DMKയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ DMK ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥി കൂടിയുടെ ദുരൈ വൈക്കോവും ഇപ്പോൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, വോട്ട് ചോദിക്കുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയും ദുരൈ വൈക്കോയാണ്. മറ്റ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. 100 കണക്കിന് പ്രവർത്തകർ, ബൈക്ക് അകമ്പടി, വാഹന അകമ്പടിയോടെയൊക്കെയാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. ഏതായാലും തമിഴകത്തെ ഈ വിധി അത് ഏറെ നിർണായക
മാർഗമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമുക്കറിയാം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേർത്ത് നിർത്തിയും അതുപോലെ തന്നെ ചവിട്ടി പുറത്താക്കിയും ഒക്കെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ മനസ്സാണ് തമിഴ്നാട് എപ്പോഴും പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അണ്ണാ DMKയും BJPയും ഒരേ സഖ്യത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം രണ്ടു കൂട്ടരും വഴിപിരിഞ്ഞ് മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ട്രിച്ചിയിൽ നിന്നും കൂടുതൽ മുന്നോട്ട് നീങ്ങട്ടെ. അല്ലമീന്റെ പൊളിറ്റിക്കൽ ജേർണി എന്ന് തന്നെ പറയാം. അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കാൻ ഞങ്ങളുടെ അല്ലമീൻ ട്രിച്ചിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് നാളത്തെ നിശബ്ദ പ്രചാരണ ദിവസം എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് അതെല്ലാം അല്ലമീൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരാം. കേരള യൂണിവേഴ്സിറ്റിയിലെ ജോൺ ബ്രിട്ടാസ് MP യുടെ പ്രഭാഷണത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.